ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഇക്കുവിൻ്റെ അഭിപ്രായങ്ങൾ രണ്ടും രണ്ടായിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങളുടെ ഈശ്വരൻ്റെ കാത് കുത്താൻ പോവാണ്. ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് അത് ഇന്നാണ് നടക്കാൻ പോകണമെന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാത് കുത്താൻ പോകുമ്പോൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അതൊന്നും നടക്കാതെ പോയതിൻ്റെ ചെറിയൊരു വിഷമം കൂടി എനിക്കുണ്ട് കേട്ടോ. ജോസ്കോലിക്കാണ് പോയത്. ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കമ്മലും സെലക്ട് ചെയ്തിട്ടുണ്ടായി. കുഞ്ഞിക്കിളി ഇതൊന്നും അറിയാണ്ട് നല്ല കളിയിലാണ്. ആളിതേ ആ കാതൊക്കെ കുത്താൻ പോകുന്ന ചേട്ടനെ നോക്കി ചിരിക്കലും കളിക്കണമൊക്കെ ഉണ്ട്. കുഞ്ഞിക്കാത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഞാനിവിടെ എത്തുന്ന വരെ ഇങ്ങനെ തൊട്ടിരിക്കുകയായിരുന്നു. കാത് കുത്തേണ്ട ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് തട്ടാൻ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായത്. അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് കാത് കുത്താൻ പോകുന്നത്. ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പേരൻസിനുള്ളതാണ്. അതിൽ മറ്റുള്ളവർ കയറി ഇടപെടുമ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. ഏത് രീതിയിൽ കാത് കുത്താണെങ്കിലും അവർക്ക് ആ വേദന എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സമയം ഇശലൂട്ടൻ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. കാത് കുത്തി അന്ന് മുതൽ ഇന്ന് വരെ ഇശലൂന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല സേഫ് ആൻഡ് സെറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ ബേബിയുടെ രണ്ട് കാതും കുത്തി കമ്മലൊക്കെ ഇട്ട് സുന്ദരി കുട്ടനായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ കമ്മല് പേഴ്സണലി കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ചെറിയൊരു വലിയ കാര്യം നടന്നതിൻ്റെ ഒരു ഫീലിങ്സിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. കുഞ്ഞിക്കിളി നല്ലൊരു ഉറക്കത്തിൻ്റെ വൈബിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. മേത്ത് അങ്ങനെ ചാരി കിടക്കുന്നുണ്ട്. കുറച്ച് നേരം കാറ്റടിച്ചപ്പോഴത്തേനും ആളങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി.